ഇന്ന് നമുക്ക് പുളിയിഞ്ചി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം പുളിയൊന്ന് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഞാനിവിടെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ആദ്യം ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. നമുക്ക് 1 കപ്പ് നല്ല കട്ടി പുളിവെള്ളമാണ് വേണ്ടത്. അപ്പോൾ അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ 150 ഗ്രാം ഇഞ്ചി തൊലികളന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഇഞ്ചിയെ വളരെ ചെറുതായി അരിഞ്ഞെടുക്കണം. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇഞ്ചി വളരെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ച് ചട്ടിയിൽ നിന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. ഇപ്പോൾ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കാം. അപ്പോൾ ഈ ഇഞ്ചി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഇഞ്ചിയുടെ കളറ് പെട്ടെന്നൊന്നും മാറി വരില്ല, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുവരെ നമ്മളിതിനിങ്ങനെ ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി ഇവിടെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം കായം പൊടി. ഞാനിവിടെ കായത്തിൻ്റെ പൊടിയാണ് ചേർത്തത്. നിങ്ങളുടെ അടുത്ത് മുഴുവൻ കായം ഉണ്ടെങ്കിൽ കായം ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് ഇപ്പം കായം ഇല്ല, അതുകൊണ്ടാണ് ഞാനിവിടെ കായത്തിൻ്റെ പൊടി ചേർത്തത്. ഇനി നമുക്ക് ഈ പൊടിയുടെ ഒരു പച്ചമണം പോകുന്നത് വരെ ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളി നന്നായിട്ട് പിഴിഞ്ഞ് ഞാൻ 1 കപ്പ് പുളിവെള്ളമാക്കി എടുത്തിട്ടുണ്ട്. അതൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്കിതിലേക്ക് ശർക്കര ചേർക്കാം. ഞാനിവിടെ ഒരു 3/4 ഭാഗമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 പീസ് തന്നെ ചേർത്താൽ മതി. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഈ ശർക്കര മുഴുവനും ഇതിലേക്ക് മിക്സായി വരണം. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി നന്നായി വറ്റി കുറച്ച് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കണം. ഇനി ഒരു ചട്ടി വെച്ച് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം.
കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 2 വറ്റൽമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം. ഇനി നമുക്കിതിന് പുളിയിഞ്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.